ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആൾ ഇവനെക്കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇവൻ്റെ പേര് വരുന്നത് എന്താ വെച്ചാൽ ഫൈസൽ ഫൈസൽ എന്നിട്ട് പിന്നെ AP 198 എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാം ID ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇവൻ്റെ പേര് ഫൈസൽ എന്നാണ്. അപ്പോൾ എനിക്ക് ഈ ഫൈസലിനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോള് വന്നത് എന്താ വെച്ചാൽ, നീ എന്തിനാ എന്നെ വാട്സപ്പിൽ നിന്ന് ബ്ലോക്ക് ആക്കിയത്? ഞാൻ അങ്ങനെ റഫായിട്ട് സംസാരിച്ചത് എന്തിനാന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ആൾക്കാരുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ആക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആണോ, ഞാൻ നിന്നെ ബ്ലോക്ക് ആക്കിയോ, നീ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ പേര് മെൻഷൻ ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, അതല്ല, നീ ആരെയാ വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, ജസ്ന അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ ജസ്ന തന്നെയാണ്. അപ്പം എന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ല? നമ്മൾ തമ്മിൽ സംസാരിച്ചത് നിനക്ക് ഓർമ്മയില്ല? വീഡിയോ കോൾ ചെയ്തത് നിനക്ക് ഓർമ്മയില്ല? ചാറ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയില്ല? ആ മൊണ്ണന ഏതോ ഒരു ജസ്ന എൻ്റെ ഫോട്ടോയും കാണിച്ചിട്ട് ഞാനാണ് എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാനല്ല എന്നുള്ളത് ഈ മൊണ്ണക്ക് മനസ്സിലാവൂലേ? പിന്നെ അവൻ എനിക്ക് അയച്ച വോയിസ് ബാക്കി അയച്ചത് കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ റഹാനാണ്. ബട്ട് നിങ്ങളെ തെറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്പർ മാറിയതാണ്, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളെ തെറി കണ്ട് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? കേൾക്കാൻ ഞാൻ റഹാനാണ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓന് തെറി കേൾക്കാൻ അർഹനാണ് പോലും, ഓന് കുഴപ്പമില്ല പോലും. ഓന് എന്നെ ഭയങ്കര ഇഷ്ടമായോ അല്ലേ? എന്റെ പൊന്ന താത്ത, ഞാൻ നിങ്ങളോട് ബിഹേവ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ നിങ്ങളാണ് എന്നോട് മോശമായിട്ട് രീതിക്ക് സംസാരിച്ചത്. നമ്പർ മാറിയതാന്ന് ഞാൻ പറഞ്ഞു, ഓക്കെ. അത് നിങ്ങളാണ് തന്തക്കും തള്ളക്കും വിളിച്ചത്. ഞാൻ എന്തെങ്കിലും തെറിയിട്ട് സംസാരിച്ചോ? സംസാരിച്ച റെക്കോർഡ് അടക്കില്ല. തെറി കേൾക്കാൻ താല്പര്യമുണ്ട്, അതിന് അർഹനാണ് എന്ന് പറയുന്നതിനെ തന്തക്കും തള്ളക്കും വിളിച്ചതിൽ നമ്മൾ തെറ്റുകാർ. എന്റെ പൊന്നാര താത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനും സോഷ്യൽ മീഡിയ യൂസ് ആക്കുന്ന തന്നെയാണ്, മനസ്സിലായില്ലേ? അതിന് ഞാൻ നിങ്ങളോട് ബിഹേവ് ആയിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? അതാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. എന്തെങ്കിലും ബിഹേവ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങള് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മനസ്സിലായില്ലേ? നിങ്ങളാണ് തന്തക്കും തള്ളക്കും വിളിച്ചത്, മനസ്സിലായില്ലേ? റെക്കോർഡ് തെളിവ് സഹിതാണ് എന്റെ കയ്യിൽ, മനസ്സിലായില്ലേ? എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചിരുന്നില്ലേ മെസ്സേജൊക്കെ? ആ മെസ്സേജൊക്കെ എന്റെ കിടപ്പുണ്ട് കേട്ടോ. ആ മെസ്സേജ് ഞാൻ നിനക്ക് തന്നെ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ട് തരാം, ഓക്കെ? പിന്നെ വീഡിയോ കോള് വിളിച്ചതും എല്ലാതും തെളിവ് സഹിത. എന്നാ പിന്നെ നീ ഒറ്റ തന്തൊക്കെ പറഞ്ഞതാണേ. നീ നിന്റെ അമ്മ, നിന്റെ തന്ത എന്ന് പറയുന്ന അയാൾക്ക് മാത്രം കിടന്നു കൊടുത്തിട്ടാണ് നീ ഉണ്ടായതെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ നിനക്ക് മെസ്സേജ് അയച്ചതും നിനക്ക് വീഡിയോ കോൾ ചെയ്തതും ആയിട്ടുള്ള ഹിസ്റ്ററി നീ അയക്കി. നീ പറയുന്ന പൈസ ഞാൻ തരുവടാ, കേട്ടോ? നീ ഈ റെക്കോർഡ് തന്നെ നീ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത അതിന്റെ കൂടെ, കേട്ടോ? ഞാൻ ആരാ എന്താന്നുള്ള ആദ്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. എനിക്ക് നിന്നെ പോലെയുള്ള ചീളിനെ വിളിക്കേണ്ട ഒരാവശ്യവും ഇല്ല, കേട്ടുക്കോ? നിനക്ക് കാണിച്ചു തരാം, പക്ഷെ നീ ഇതിന്റെ ഇടക്ക് വേറെ ആളെ കൊടുക്കുന്നുണ്ട്, അത് പറ. എടാ ചെറുക്ക, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ പോയിട്ട് പരാതി കൊടുക്ക്. അതാ നീ ചെയ്യേണ്ടത്, അന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ. ഞാൻ എന്നെ എന്തിനിപ്പോ പരാതി കൊടുക്കണോ? അത് പറ. ഞാൻ ഏതോ കിളി പോയ സൈസാണ്. വല്ല MDMA അടിച്ചിട്ടുണ്ട് പൊന്നാര മോനെ, വീട്ടിൽ കുത്തിരിഞ്ഞാൽ പോരെ? ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചിക്ക്, ഞാൻ നിന്നെ വീഡിയോ കോൾ ചെയ്തിക്ക്, ഞാൻ നിനക്ക് ചാറ്റ് ചെയ്തിക്ക്. ഞാൻ ജസ്ന സലീമാണ്, എനിക്കൊരു അക്കൗണ്ടേ ഉള്ളൂ. നിങ്ങളോട് പ്രേക്ഷകരോടുകൂടി ആയിട്ട് പറയാണ്, ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. ഞാൻ എൻ്റെ അക്കൗണ്ട് ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് മാത്രമേ എനിക്കുള്ളൂ. ആ 4 ചെക്കൻ പിന്നെ എന്തോ അയച്ചിട്ടുണ്ട്, അത് പിന്നെ നോക്കാം. ഇതാണ് എൻ്റെ അക്കൗണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് എനിക്കുള്ളത്. 174K ഫോളോവേഴ്സാണ് എനിക്കുള്ളത്.
172 ആൾക്കാരാണ്, കേരള കേട്ടോ, വെറും 172 ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബിൻ്റെ ലിങ്ക് വരെ സഹിതം കൊടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ് എനിക്കുള്ളത്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ജസ്ന എന്നുള്ള പ്രൊഫൈലിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് വരികയോ അത് നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ അല്ലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവൂലേ? ഫേസ് നിങ്ങൾ കണ്ണുപൊട്ടന്മാരൊന്നുമല്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്ത, ഇവനെന്താ ഞാൻ വീഡിയോ കോൾ ചെയ്തിക്ക് എന്നുള്ളത് പറയുന്നത്. നിരന്തര ഉപദ്രവം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിന്റെ മുന്നിൽ മാപ്പ് പറയാൻ ഞാൻ റെഡിയാണ്, മനസ്സിലായില്ലേ? ഞാൻ അത്രയും ബിഹേവ് ആയിട്ട് സംസാരിച്ചു, അതിന് നിന്റെ മുന്നിൽ മാപ്പ് പറയാൻ റെഡിയാണ്. ഓക്കെ, ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ നിന്നെ ബിഹേവ് ആയിട്ട് സംസാരിച്ചു, അതിന് ഞാൻ മാപ്പ്, സോറി. ഓക്കെ, എന്നോട് ക്ഷമിക്കില്ല പറ. ക്ഷമിക്കില്ലേ പറ. എന്നോട് ക്ഷമിക്കില്ലേ പറ. ഇവൻ്റെയൊക്കെ തന്തക്കും തള്ളക്കും വിളിച്ചാൽ മതിയോ? നിങ്ങൾ എന്നെ പറ, ചത്തുപോയ കാരണവന്മാർക്ക് വരെ സഹിതം ഞാൻ വിളിക്കണ്ടേ? ക്ഷമിക്കില്ലേ നീ എന്നോട് പറ. എന്ത് പെറാന്നാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കറിയില്ല ഗൈസ്, ഇതൊക്കെ എന്താ സംഭവം നടക്കുന്നതെന്ന്. എനിക്കിപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എൻ്റേതെന്ന് പറയുന്ന ഫോട്ടോസ്, പിന്നെ നമ്പർ, ഇതൊക്കെ ഓരോരുത്തരുടെ കയ്യിലെത്തിയിട്ട് ഞാൻ മീറ്റപ്പിന് ചെല്ലുന്നുണ്ടോ, എൻ്റെ ഒരു ഫോട്ടോക്ക് 10,000 രൂപ തരാം, ഇതൊക്കെയാണ് ഓരോരുത്തരും വിളിച്ച് പറയുന്നത്. എന്തുവാടെ ഇവിടെ നടക്കുന്നത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഞാൻ ചിത്രം വരയ്ക്കുക, അതും സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ വരയ്ക്കുക എന്നല്ലാതെ എനിക്ക് വേറെ ഒരു പരിപാടിയും ഇല്ല. എൻ്റെ ഒരു ഫോട്ടോ, എൻ്റെ ഫുൾ സൈസ് ഫോട്ടോ അയച്ചു കൊടുത്താൽ 10,000 രൂപ തരും പോലും, ഹാഫ് സൈസിന് 5,000 രൂപ തരും പോലും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ എന്നെ വിളിക്കുന്നത്. അതേപോലെന്ന് വെച്ചാൽ ഇവന്മാരെ പോലുള്ളവർ, ഇവന്മാരൊക്കെ പറയുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്നാ. ഞാൻ വീഡിയോ കോൾ ചെയ്താൽ എൻ്റെ മോന്ത അവർ കാണില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിലുള്ള ജസ്നയാണോ അല്ലയോ എന്നുള്ളത്. ഒന്നുമില്ലേ, ഗൂഗിളിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിൻ്റെ അകത്ത് അടിച്ചു നോക്കിയാൽ പോരെ ശരിക്കുള്ള ജസ്ന സലീം ഏതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവൂലേ? ഇനി എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ആരോ ഇൻസ്റ്റാഗ്രാം ID തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ആരാലെയും വഞ്ചിക്കപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് വരികയോ, നിങ്ങളോട് ആരെങ്കിലും പൈസ ചോദിക്കുകയോ, നിങ്ങളോട് ആരെങ്കിലും ചാറ്റ് ചെയ്യുകയോ, നിങ്ങളോട് ആരെങ്കിലും വീഡിയോ കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇനി മുഖം മറിച്ച് വീഡിയോ കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല, ഞാൻ അത്തരക്കാരൻ നെഹീഹെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള മൊണ്ണകൾ ഇനി എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാനല്ല അത്. രാവിലെ തൊട്ട് ഓരോരോ കോളുകൾ വരുന്ന പക്കാ തോന്നിവാസാണ് പറയുന്നത്. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള മൊണ്ണകൾ എന്നെ ഒന്ന് വെറുതെ വിടണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചിൽ തെറ്റുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.